ഊരമെനീക്കുന്നു കാണണം കാന്ത, ഊരമെനീക്കുന്നു കാണണം കാന്ത, ദുരിതയെനീക്കുന്നു കൊട്ടണം കാന്ത. നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞ പോലെ വെള്ളപ്പങ്കടി ടേ 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 എന്ന് വെള്ളപ്പടിക്കും പോലെയാണല്ലോ കാര്യങ്ങൾ. എന്തായാലും പറഞ്ഞു വന്നത് വെള്ളപ്പങ്കടിയിലെ വിശേഷങ്ങളാണ്. നല്ല വെള്ളപ്പം കഴിക്കണം, അത് ചൂട് വെള്ളപ്പം. എന്തായാലും നമ്മൾ തുടങ്ങുന്നു എന്ത് പൂരവും കാണാ നാടും കാണാ എന്ന പരിപാടി. എവിടെ നിന്ന്? നമ്മുടെ സ്വന്തം വെള്ളപ്പങ്ങാടി നിന്ന്. വാ. ഈ വെള്ളപ്പങ്ങയുടെ പേര് ശരിക്കും ഏതാ എരിഞ്ഞേരി അങ്ങാടി എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ നാട്ടുകാർ ആര് ചോദിച്ചാലും ആരും പറഞ്ഞത് പേര് വെള്ളപ്പങ്ങാടി എന്നാ. ഇതുണ്ടോ നമ്മളെ പുത്തമ്പള്ളി നേരെ പിറകെ തന്നെയാണ് നമ്മളെ വെള്ളപ്പങ്ങാടി. ഒന്നും രണ്ടും വർഷത്തെ പാരമ്പര്യമല്ല, നീണ്ട 100 വർഷത്തെ പാരമ്പര്യമുള്ള 3 കടകൾ. അതിലൊരു കടയാണ് നമ്മുടെ പുലിക്കോട്ടിൽ ഫുഡ് ഹോം. അങ്ങനെ ഇപ്പം ഒരു 12 കടകളാണ് ഈ സ്ട്രീറ്റിലുള്ളത്. അത് അപ്പം, വെള്ളപ്പം ഉണ്ട്, പിന്നെ കുഴലപ്പം ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ കേട്ടോ. അത് വട്ടയപ്പം, ഇത് വെള്ളയപ്പം, ഇത് പാലപ്പം, അല്ലെങ്കിൽ വെള്ളയപ്പം എന്ന് പറയാം. ശരിക്കും പേര് എരിഞ്ഞേരി അങ്ങാടി. പിന്നെ എങ്ങനെ വെള്ളപ്പങ്ങാടി മാറി? വെള്ളയപ്പങ്ങാടിന്ന് മാറിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യല്ലേ. ഈ തൊഴിലിനെ ആസ്പദമാക്കിയിട്ട് തന്നെ ഇത് കാലങ്ങളായിട്ടുള്ള തൊഴിലല്ലേ. അപ്പൊ താനെ ആ പേര് മാറി. എൻ്റെ ഓർമ്മയിൽ ഒരു 100 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഞാൻ 3ാമത്തെ തലമുറയാണ്. തുടക്കത്തിൽ 3 വീട്ടുകാരായിരുന്നു. എൻ്റെ അമ്മാമ്മയും തൊട്ടടുത്തുള്ള 2 അമ്മാമ്മമാരും. അതില് ഒരു ടീം ഫുള്ളായിട്ട് നിർത്തിപ്പോയി. പിന്നെ 2 കൂട്ടർ ഇപ്പോഴും ഉണ്ട്, 2 ടീം ഇപ്പോഴും ഉണ്ട്. ഞങ്ങളും ഉണ്ട്, വേറൊരു ടീമും ഉണ്ട്. അവരുടെ മക്കളൊക്കെയാണ് ഇവിടെ കൂടുതലും നടത്തുന്നത്. അമ്മേന്റെ ഓർമ്മയിൽ അന്നെത്രയും അപ്പത്തിന് വില? 1 രൂപ 8 പൈസ. 8 പൈസ. ഇപ്പൊ നമ്മൾ എത്ര? 7 രൂപ ആണല്ലേ. ശരിക്കും വില കൂട്ടേണ്ട സമയമായി. സാധനങ്ങൾക്കൊക്കെ അത്ര കത്തണ വിലയല്ലേ. ഇപ്പൊ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും ഇപ്പൊ വന്നേക്കണ വില വർധനകളിലും മാറ്റം വരുത്തണം. ഗ്യാസ് ഉണ്ടോ? കിട്ടാനുണ്ടോ? ഗ്യാസ് ഇപ്പൊ ഞങ്ങളുടെ ഏജൻസികൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഈ അന്നേ ഇതുണ്ട് അച്ചപ്പും കുഴപ്പൊക്കെ. ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ പലഹാരങ്ങളല്ലേ, ട്രഡീഷണൽ ഐറ്റങ്ങളാണ്. അതൊക്കെ അന്ന് മുതലേ ഉണ്ട്. ഇതെല്ലാം ഹോം മെയ്ഡ് ആയിട്ട് അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. സമയം അങ്ങനെയൊന്നുമില്ല. അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. നോർമലി ഒരു 3:30 ആകുമ്പോഴേക്കും എണീറ്റ് 4-4:30 ആകുമ്പോഴേക്കും പണി തുടങ്ങും. അല്ല പൂരായിട്ട് പൂരായിട്ട് ഞങ്ങക്ക് നിർത്താണ്ട് പണിതുകൊണ്ടിരിക്കാം. ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കും നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച്. കാരണം പൂരത്തിന് പറഞ്ഞാൽ കണ്ട ജനങ്ങൾ പുറത്തുനിന്ന് വരണതല്ലേ. ഈ ഭാഗത്ത് കറി കിട്ടില്ല. കറി ഉണ്ട്, എല്ലാവരും കറി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങക്ക് ഇവിടെ സൗകര്യം കുറവല്ലേ. ഇവിടെ ഉള്ള സ്ഥലത്ത് നമ്മൾ വിചാരിച്ച പോലെ ഇരുന്ന് കഴിക്കാനോ കൊടുക്കാനോ ഉള്ള സൗകര്യം ഇല്ല. ആകെ 1.5 സെന്റ് ഭൂമിയുള്ളത് ഓരോരുത്തർക്കും. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 20 കറി മുതലുള്ളത് ഓർഡർ എടുക്കും. അതെല്ലാതും ചെയ്തു കൊടുക്കും. ഏതായിട്ടാണെങ്കിലും ചെയ്യും. പൂരം കൂടുമ്പം ആ നാടിന്റെ സ്വാദ് നമ്മൾ അറിയണ്ടേ. പിന്നെ പൂരം കൂടുന്ന എല്ലാവരും വന്ന് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി അഥവാ ഇനി വരാത്തവരുണ്ടെങ്കിൽ അവരിലേക്കാണ് നമ്മൾ ഇവരെ എത്തിക്കുന്നത്. ഓക്കെ, ഒന്ന് മതി അമ്മ, അടുത്തെടുക്കാം. അതും കറിയുടെ ആവശ്യമില്ലല്ലേ. പാലപ്പം ചെറിയ മധുരം ഉണ്ടല്ലോ. നല്ല ചൂടപ്പം എന്ന് പറഞ്ഞാൽ ചൂടപ്പം. അടുപ്പ് അല്ലെങ്കിൽ ലൈവ് തന്നുകൊണ്ടിരിക്കുക. അതും കറിയൊന്നും വേണ്ട കേട്ടോ. ഇനി ഭംഗിക്ക് കുറച്ച് മട്ടനോ ബീഫോ അല്ലമ്മേ, ഒരു താറാവോ കിട്ടിയ ഇതൊന്നും വേണ്ട. പൂ കൊടുത്തപ്പോൾ നേരം ഈ വക്കെല്ലാം നല്ല ക്രിസ്പായി മുരിഞ്ഞിരിക്കുന്നു, നടു നല്ല ഭയങ്കര സോഫ്റ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുന്ന് വിട്ടേക്കുന്നു. പൂരവും കാണാം, നാടും കാണാം. നമ്മളിങ്ങനെ യാത്ര തുടരാണ് തൃശ്ശൂരിലൂടെ.